പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഓണം പ്രമാണിച്ചുകൊണ്ട് കേരള സംസ്ഥാന സർക്കാർ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ്. 500 രൂപ വില വരുന്ന 11 വ്യത്യസ്ത വസ്തുക്കളുള്ള ഓണക്കിറ്റുകൾ കേരളത്തിലെ APL BPL വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വിതരണം ചെയ്യാനാണ് കേരള സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത്. എന്നാൽ അത് ഓഗസ്റ്റ് 5-ാം തീയതി അഥവാ ഇന്ന് മുതൽ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആദ്യം മഞ്ഞ കാർഡുകാർക്ക്, പിന്നീട് പിങ്ക്, നീല, വെള്ള എന്നീ വിഭാഗങ്ങൾക്കാണ് വിതരണങ്ങൾ ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ സാധനങ്ങളും വസ്തുക്കളും ലഭിക്കാനുള്ള കാലതാമസവും ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാനുള്ള സമയവും കാരണം ഒരാഴ്ച കൂടി നേരം വൈകുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുന്ന പുതുക്കിയ തീയതി സംസ്ഥാന സർക്കാർ നമ്മെ അറിയിക്കുന്നതിലൂടെ നിങ്ങളിലേക്ക് കൃത്യമായി വിവരങ്ങൾ എത്തിക്കുന്നതാണ്. അതിനായി സമകാലികം യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. നമ്മൾ തൊട്ട് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഓഗസ്റ്റ് മാസത്തിൽ റേഷൻ വിഹിതം വളരെ സജീവമായി നടക്കുന്ന ഒരു മാസമാണ്. സാധാരണ ഗതിയിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വിഹിതമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിഹിതം ഇന്ന് മുതൽ ഓഗസ്റ്റ് 5 മുതൽ വിതരണം ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായി റേഷൻ കടകളിൽ നിന്ന് നിങ്ങളുടെ വിഹിതം വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ കാർഡുകൾക്കും എന്തെല്ലാം കാര്യങ്ങളാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിന് 30 കിലോ അരിയും 5 കിലോഗ്രാം ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. 1 കിലോഗ്രാം പഞ്ചസാര 21 രൂപക്കാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോഗ്രാം അരിയും 1 കിലോഗ്രാം ഗോതമ്പുമാണ് സൗജന്യമായിട്ട് ലഭിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം തന്നെ ഓരോ കാർഡിനും 1 കിലോഗ്രാം പയർ വിതരണം നടക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ മാസം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഇതെല്ലാം ഒരുമിച്ച് നിങ്ങൾക്ക് ഉടൻ തന്നെ വിതരണം നടത്തുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കാൻ പോകുന്ന ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കുന്ന വിഹിതമെന്ന് പറയുന്നത് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോഗ്രാം അരിയും 1 കിലോഗ്രാം ഗോതമ്പും കിലോക്ക് 2 രൂപ നിരക്കിൽ ലഭിക്കും. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരം മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നത് പോലെ തന്നെ കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോഗ്രാം അരിയും 1 കിലോഗ്രാം ഗോതമ്പും ലഭിക്കും. അതോടൊപ്പം തന്നെ കാർഡ് ഒന്നിന് 1 കിലോഗ്രാം പയറും ലഭിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ആ ഒരു പയർ എന്ന് പറയുന്നത് ഈ മാസം എത്തിയിട്ടില്ല. അതിൻ്റെ വിതരണത്തിൻ്റെ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും. എന്നാൽ നീല റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നത് സാധാരണ ലഭിക്കുന്നത് പോലെ തന്നെ കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോഗ്രാം അരി വീതം കിലോക്ക് 4 രൂപ നിരക്കിലാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ലഭ്യത അനുസരിച്ച് 1 കിലോഗ്രാം മുതൽ 3 കിലോഗ്രാം വരെ ആട്ട കിലോക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം 10 കിലോഗ്രാം അരി കിലോക്ക് 15 രൂപ നിരക്കിൽ. അത് എന്നാണ് വിതരണം നടക്കുന്നത് എന്നതിൻ്റെ തീയതി ഇപ്പോൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതും നിങ്ങളെ സമകാലികം യൂട്യൂബ് ചാനലിലൂടെ സർക്കാർ അറിയിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇനി വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നത് സാധാരണ അവർക്ക് ലഭിക്കുന്നത് പോലെ തന്നെ കാർഡിന് 5 കിലോഗ്രാം അരി കിലോക്ക് 10.90 രൂപ നിരക്കിലാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ലഭ്യത അനുസരിച്ച് കാർഡിന് 1 കിലോ മുതൽ 3 കിലോഗ്രാം വരെ ആട്ട കിലോക്ക് 17 രൂപ നിരക്കിലാണ് ലഭിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ സംസ്ഥാന സർക്കാർ നൽകുന്ന സ്പെഷ്യൽ അരി കൂടി ലഭിക്കുന്നതാണ്. അത് 10 കിലോ അരി കിലോക്ക് 15 രൂപ നിരക്കിലാണ്. അത് എന്നാണ് വിതരണം നടത്തുന്നത് എന്നതിൻ്റെ തീയതി അറിയിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത്. അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇത് സുഹൃത്തുക്കളിലേക്ക് പങ്കുവെക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.